ആന്റിക്ക് ഇതെന്താ പറ്റിയേ? എന്തിനാ ഈ സ്ത്രീയോട് അനുകമ്പ? ആന്റി പറഞ്ഞിട്ടില്ലേ മിനിസ്റ്റർക്ക് ബലരാമൻ സാർ എന്ന് പറഞ്ഞ വലിയ മതിപ്പാ, ഒരുപാട് കടപ്പാടുണ്ടെന്നൊക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ, മിനിസ്റ്ററുടെ ഏറ്റവും അടുത്ത ആളായിരുന്നില്ലേ ബലരാമൻ സാറ്? അതിന്റെ ഒരു മര്യാദ ഈ കുടുംബത്തോട് കാണിച്ചിട്ടുണ്ടോ നിങ്ങള്? ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോഴൊന്നും ആ കടപ്പാട് കാണിച്ചിട്ടില്ലല്ലോ. വേണ്ട, എന്റെ അമ്മയെ കണ്ടുപിടിച്ചു തരണമെന്ന് പറഞ്ഞ് മിനിസ്റ്ററുടെ മുമ്പിൽ എത്ര പ്രാവശ്യം കേറി ഇറങ്ങി ഞാൻ. ഇതാണ് സ്ഥായി ഭാവം. വെറുതെ ഇങ്ങനെ നോക്കും. ഞാൻ അവിടെ മന്ത്രിമന്ദിരത്തിൽ ചെല്ലുമ്പോഴും ഇങ്ങനെ കുറെ നേരം എന്നെ നോക്കി നിൽക്കും. ഇടയ്ക്ക് സങ്കടം കൊണ്ട് എന്റെ കണ്ണ് നിറയുമ്പോ കണ്ണ് തുടയ്ക്കും, എന്നിട്ട് മോളേന്നൊരു വിളിയും. എനിക്ക് ഒരു നിമിഷം തോന്നും തൊട്ടു മുമ്പ് ഇരിക്കുന്നത് എന്റെ അമ്മയാണെന്ന്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോ എനിക്ക് മനസ്സിലാവും ഒക്കെ മിനിസ്റ്ററുടെ അഭിനയമായിരുന്നു. അല്ല, കുറ്റം പറയാൻ പറ്റില്ല. ഒരമ്മയുടെ സ്നേഹവും ഒരു മകളുടെ വേദനയും മനസ്സിലാവണമെങ്കിൽ കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ വളർത്തിയാലല്ലേ അമ്മയാവൂ. അമ്മയായി അഭിനയിച്ചത് കൊണ്ടായില്ലല്ലോ. തനുജ, മതി, നിർത്ത്. നീ കൂടുതൽ സംസാരിക്കണ്ട. അത് ശരി, അപ്പോ ആന്റിയെ മയക്കെടുത്തല്ലേ ഇവര്? രാഷ്ട്രീയത്തിലായതുകൊണ്ട് പറഞ്ഞു വീഴ്ത്താൻ നല്ല മിടുക്ക് കാണും. പക്ഷെ എനിക്ക് ആളിനെ തിരിച്ചറിയാം. തനുജ, നിന്നോട് നിർത്താനാ പറഞ്ഞത്. ഇല്ല, എനിക്ക് ദേഷ്യം തീരുന്നില്ല. മന്ത്രി എന്ന് പറയുമ്പോ അതൊരു വലിയ സ്ഥാനമാ, ബഹുമാനം കൊടുക്കേണ്ട പദവി. പക്ഷേ എനിക്ക് പുച്ഛമാ തോന്നുന്നത്. നിങ്ങളൊരു സ്ത്രീയാണോ? മോളെ, ഞാൻ ചെയ്തതിനൊക്കെ